ഹലോ, ദിസ് ഈസ് ജോബിൻ തോമസ് ഫ്രം ജോബിൻസ് ട്രെയിനിങ്. ഞാൻ പല യൂട്യൂബ് ചാനലിലും പല യൂട്യൂബേഴ്സും വളരെ റോങ് ആയിട്ട് ഇൻഫർമേഷൻ ഇപ്പോൾ ഉള്ള വൈറ്റ് പേപ്പറിനെ കുറിച്ച് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെയധികം ആൾക്കാരെ വെറുതെ പാനിക് ആക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതൊന്നും റൂളായിട്ട് ഇതുവരെ വന്നില്ല. വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത് ഒരു പ്രപ്പോസലാണ്, പക്ഷേ അത് റൂളാകുന്ന പ്രപ്പോസലാണ്, അതിലൊരു തർക്കവും ഇല്ല. പക്ഷേ ഇത് ഫുൾ എഫക്റ്റിൽ റൂളായിട്ട് വന്നിട്ടില്ല. എന്തൊക്കെയാണ് റൂളാകുന്നതെന്ന് നമുക്കറിയില്ല. അതിനു മുമ്പേ തന്നെ അതിനെ ജഡ്ജ് ചെയ്ത് അതിങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞ് വളരെയധികം മിസ്ഗൈഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് പല ആൾക്കാരും. യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പം ആൾക്കാരെ ഗൈഡ് ചെയ്യേണ്ട ആൾക്കാരാണ്, അവർ തന്നെ മിസ്ഗൈഡ് ചെയ്യുന്നു, പാനിക്കാക്കുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുന്നുണ്ട്. ഒന്നാലോചിച്ച് നോക്കുക, ഇവിടെ 2020-ലും 2021-ലും ഒക്കെ വന്ന കെയർ വർക്കേഴ്സോ നേഴ്സസോ ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ഹോപ്പാണ് ഒരു 5 വർഷം കഴിയുമ്പോൾ PR കിട്ടുക, ഒന്ന് സെറ്റിലാകുക, ഒരു വറീസും ഇല്ലാണ്ട് അവരുടെ ജീവിതം കൃത്യമായിട്ട് ഫ്രീ ആയിട്ട് പോകുക എന്നൊക്കെ ഉള്ളത് അവർക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഓൾറെഡി സിറ്റിസൺഷിപ്പ് ഒക്കെ കിട്ടിയിരിക്കുന്ന ആൾക്കാരാണ് യൂട്യൂബിലൊക്കെ വന്നിട്ട് വെറുതെ കിടന്നിട്ട് ബാക്കിയുള്ള പാവം പിടിച്ച ആൾക്കാരെ ഇട്ട് പാനിക്കാക്കുന്നത്. അത് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സങ്കടമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഇപ്പോൾ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇതുവരെ റൂള് ക്ലാരിഫൈ ചെയ്ത് കിട്ടിയിട്ടില്ല. വൈറ്റ് പേപ്പർ പ്രൊപ്പോസൽ മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണുന്നതാണ് UK ഒഫീഷ്യൽ സൈറ്റാണത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, government.gov.uk എന്നുള്ള കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പം ഇവിടെയാണ് നിങ്ങൾ വന്നിട്ട് ഈ ഒരു വൈറ്റ് പേപ്പർ പ്രപ്പോസൽ വായിക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ യൂട്യൂബിൽ ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് അത് വിശ്വസിച്ചിരിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മളതിൻ്റെ ഒറിജിനൽ സോഴ്സിൽ പോയിട്ട് അതിനെ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഞാനത് കൃത്യമായിട്ട് വായിച്ചതാണ്. അപ്പം അതിൽ നിന്നുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് നിങ്ങളോടൊന്ന് പറയാം. ഓക്കെ, ഇതൊരു പ്രപ്പോസലാണെന്ന് ഞാൻ പറഞ്ഞു. റൂളാകാനായിട്ട് നല്ല സാധ്യതയുണ്ട്. നമുക്ക് നല്ല ഹൈ പെർസെൻറ്റേജ് സാധ്യതയുള്ള റൂളാകാൻ സാധ്യതയുള്ളൊരു പ്രപ്പോസലാണിത്. ഓക്കെ, റീസ്റ്റോറിങ് കൺട്രോൾ ഓവർ ദി ഇമിഗ്രേഷൻ സിസ്റ്റം, ഇതാണ് അതിൻ്റെ ലിങ്ക്. ഇവിടെ നിങ്ങൾക്ക് കോപ്പി വേണേൽ ഓർഡർ ചെയ്ത് പ്രിൻ്റബിൾ കോപ്പി ആയിട്ട് വായിക്കാൻ പറ്റുന്നതാണ്. ഇത് പ്രിൻ്റ് റെഡി കോപ്പിയാണ്, നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും, എല്ലാം സാധിക്കും. നിങ്ങൾക്ക് ജസ്റ്റ് പോയി അതിൻ്റെ പ്രിൻറ്റിങ് എടുത്ത് വായിക്കാൻ പറ്റും, കംപ്ലീറ്റ് വായിക്കാൻ പറ്റും. ഓക്കെ, നമുക്കിതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് കുറേ പേജസ് ഉണ്ട്. ഇതിൻ്റെ 22ാമത്തെ പേജിലേക്ക് ഒന്ന് പോയി നോക്കാം. അവിടെയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് വായിക്കേണ്ട കാര്യങ്ങളിരിക്കുന്നത്. ഓക്കെ, അവിടെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, 22 പേജിലേക്ക് പോവാം. ഓക്കെ, ഇതിൻ്റെ 22 പേജ്. ഓക്കെ, ഇതാണ് 22ാമത്തെ പേജ്. ഓക്കെ, ഇതിൻ്റെ ലാസ്റ്റ് പോർഷനിലേക്ക് നിങ്ങൾ വരിക. 22ാമത്തെ പേജിൻ്റെ ലാസ്റ്റ് പോർഷൻ, ഇവിടെ ഗ്രാഫ് ഒക്കെ തന്നിട്ടുണ്ട്, അതിൻ്റെ ലാസ്റ്റ് പോർഷനിലേക്ക് വരിക. ഞാൻ ഒന്ന് മാക്സിമൈസ് ചെയ്യാവേ. ഓക്കെ, സോറി. കാണാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഈ ഒരു പാരഗ്രാഫ് നിങ്ങൾ നോക്കുക. ന്യൂ ജോയിനേഴ്സ് എന്നുള്ള ന്യൂ ജോയിനേഴ്സ് ടു ദി സ്കിൽഡ് വർക്കർ റൂട്ട് ആർ കൺസിഡേർഡ് ഹിയർ ടു ബി ഇൻഫ്ലോസ് ഫ്രം ഔട്ട് ഓഫ് ദി കൺട്രി ആൻഡ് ദോസ് ഇൻ കൺട്രി സ്വിച്ചിങ് ടു ദി സ്കിൽഡ് വർക്കർ റൂട്ട്. ഓക്കെ, അത് ന്യൂ വർക്കേഴ്സിനെ കുറിച്ച്, ന്യൂ ജോയിനേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേമിനെ കുറിച്ച് പറയുന്നതാണ്. അവിടെയല്ല നമ്മുടെ കാര്യം ഇരിക്കുന്നത്. ഇനി അത് അടുത്ത സെൻറ്റൻസിലേക്കാണ്. Individuals currently on skilled worker route who may extend their visa are expected to be exempt from the policy proposal, so are excluded from this analysis. Alright, ഒന്നുകൂടെ ഞാൻ വായിക്കാതെ. Individuals currently on skilled worker route who may extend their visa are expected to exempt from the policy proposal, so are excluded from this analysis. അതായത് സ്കിൽഡ് വർക്കർ റൂട്ടിലുള്ള, ഓൾറെഡി സ്കിൽഡ് വർക്കർ റൂട്ടിലുള്ള ആൾക്കാർ, അവർ ഇപ്പം 3 വർഷത്തെ സ്കിൽഡ് വർക്കർ റൂട്ടിലാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരുമല്ലോ. 5 വർഷം ആകാനും പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യണമല്ലോ, 2 വർഷം എക്സ്റ്റെൻഡ് ചെയ്യണം. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പ്ലാനുള്ള ആൾക്കാരാണെങ്കിൽ തന്നെയും അവർ ഈ ഒരു പ്രപ്പോസലിൽ നിന്ന് എക്സംപ്റ്റ് ആണ് എന്നാണ്. അപ്പം ഓൾറെഡി ഇപ്പോൾ 5 വർഷം ആകാനായിരിക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രശ്നവുമില്ല. അവർ 5 വർഷം പൂർത്തിയായ ഉടനെ തന്നെ അവർക്ക് അപേക്ഷിക്കാൻ പറ്റും. അവർ ഇതിൽ നിന്ന് എക്സംപ്റ്റ് ആണ്. ഇനിയിപ്പോൾ 5 വർഷം ആയില്ലെന്ന് തന്നെ കരുതുക. നിങ്ങളിപ്പോൾ 3 വർഷത്തെ ഒരു സ്പോൺസർഷിപ്പിലാണ് ഉള്ളത്. ആ 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് 2 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആൾക്കാരാണെങ്കിൽ തന്നെ
അവരും എക്സംപ്റ്റ് ആണ്. ഓക്കെ, അതായത് ഇൻഡിവിജ്വൽസ് കറൻ്റ്ലി ഓൺ ദി സ്കിൽഡ് വർക്കർ റൂട്ട്, അതായത് 3 വർഷത്തെ സ്കിൽഡ് വർക്കർ റൂട്ട്, ഹു മേ എക്സ്റ്റെൻഡ് ദ വിസ. ഓക്കെ, അത് 2 വർഷം കൂടെ എക്സ്റ്റെൻഡ് ആർ എക്സ്പെക്റ്റഡ് ടു എക്സംപ്റ്റ് ആണ്. 100% ഉറപ്പില്ല, എന്നാൽ തന്നെയും ഏറെക്കുറെ നമുക്ക് ഉറപ്പിക്കാം ഒരു കാരണവശാലും ഒരു പ്രശ്നവും വരില്ല എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പിന്നെ ഫർദർ നിങ്ങൾക്ക് റീഡ് ചെയ്യണമെങ്കിൽ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്ത് വായിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇത് അവരുടെ ഈ വൈറ്റ് പേപ്പറിൽ നിന്ന് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്, പ്രൊപ്പോസൽ തന്നെ പറയുന്നത്. ഇത് കണ്ടിട്ട് എന്ത് നിങ്ങൾക്ക് തോന്നുന്നു? ഈ യൂട്യൂബിൽ കൂടെ ആൾക്കാർ പറഞ്ഞു പിടിപ്പിക്കുന്നതിലും ഇതിൽ നിന്ന് തന്നെ നിങ്ങൾ വന്ന് വായിച്ച് മനസ്സിലാക്കിയതിലും നിങ്ങൾക്കിപ്പം മനസ്സിലായില്ലേ ഇപ്പം ഇവിടെ കറൻ്റ്ലി UK ആൾക്കാർക്ക് ഒരു പ്രശ്നവും വരില്ല എന്നുള്ള കാര്യം? അത്രയേ ഉള്ളൂ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് മീ.